ഹായ്, ക്രേസി ഫ്രീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ ഡെയിലി വെയർസ് ആയിട്ടുള്ള സാരികളാണ് കൂടുതലും നിങ്ങളെ നമ്മുടെ ഈ ചാനലിൽ കാണിച്ചിട്ടുള്ളത്. അതായത് റേറ്റ് കുറവില്ല, 180 റുപ്പീസ് തുടങ്ങിയുള്ള സാരികൾ നമ്മളുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസായിട്ട് യൂസ് ചെയ്യാവുന്നതും അതല്ലാതെ ഡെയിലി യൂസും ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതും അതുപോലെ ഫംഗ്ഷൻ വെയർ മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതായിട്ടുള്ള സാരികൾ കുറേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ, നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരു സാരി, ഇപ്പോൾ 180 റുപ്പീസിൻ്റെ ഒരു സാരി നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 180 റുപ്പീസ് അതിനുള്ളൂ എന്ന് വേറൊരാളോട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ആൾ പറയും ഇത്ര ഉള്ളോ ഇത്ര ആയുള്ളൂ എന്ന് ചോദിക്കും. അത്രയും നമ്മൾ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന് അതിനേക്കാളും വില തോന്നിക്കും. അതാണ് പ്രത്യേകത. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ അടുത്ത് സജഷൻസ് ഒക്കെ പറയാറുണ്ട്. സജഷൻസ് നമ്മുടെ ഐറ്റം കൊള്ളില്ല എന്നല്ല, എന്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് സജഷൻസ് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ ടൈമിലും നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേര് നമ്മളുടെ ഈ ചാനലൊക്കെ കണ്ട് ഇതിൽ നിന്ന് ഇൻസ്പിറേഷനൊക്കെ കിട്ടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പോലെ ചെറിയ രീതിയിലൊക്കെ ഒരു പോക്കറ്റ് മണിയൊക്കെ സമ്പാദിക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ള ഐഡിയയിൽ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് അത് അറിയണേൽ. അവർ നമ്മളുടെ അടുത്ത് പറയാറുണ്ട്, മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, ഡീറ്റെയിൽസൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് എങ്ങനെയാണ് റേറ്റ്, എങ്ങനെയാണ് എത്ര രൂപ വരെ കയറ്റി കൊടുക്കാൻ പറ്റും, എങ്ങനെയാണ് വേണ്ടത്, കൊറിയർ എങ്ങനെയാണ് അയക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ മോനാണ് കേട്ടോ. പേര് പറയോ? അവർക്ക് പറ. മിക്കേൽ. അങ്ങോട്ട് പൊക്കോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പേർക്കെങ്കിലും അതുകൊണ്ട് ഒരു ഏണിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊറിയർ ചാർജ് നിങ്ങൾക്കൊന്ന് മാറ്റി തരുമ്പോൾ എങ്ങനെയാണ് തരാൻ പറ്റണമെന്നൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കി. അപ്പം എനിക്കും നഷ്ടം വരരുത്, വാങ്ങണം നിങ്ങൾക്കും നഷ്ടം വരരുത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യണവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആക്കിയേക്കാണ്. 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യണവർക്ക്. അപ്പോൾ അവർക്ക് ഓൾറെഡി അതല്ലാതെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 3 സാരി നിങ്ങൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ എമൗണ്ട് കുറയ്ക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ടും കിട്ടും. പ്ലസ് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ 2000 രൂപയിൽ 2000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഷിപ്പിംഗ് ചാർജും വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കണം എന്നൊക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയൊരു അവസരമാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്കതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ നിങ്ങൾക്ക് നഷ്ടം വരരുത്, എനിക്ക് നഷ്ടം വരരുത്, ആ രീതിയിലാണ് ഞാൻ ആ 2000 രൂപയുടെ ഒരു ഓഫർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ നിങ്ങളെ അതുപോലെ കുട്ടികളുടെ ഐറ്റംസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫ്രോക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ 150 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറയുന്നത് വളരെ അഫോർഡബിളാണ്. കാരണം അങ്ങനെ കിട്ടില്ല. കാരണം വിത്ത് ലൈനിങ്ങും ആണ്, അത്യാവശ്യം അത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയലും ആണ്. അതുകൊണ്ട് തന്നെ അവനവിടെ നിന്ന് നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കാം. ഇനി നമ്മൾ വേറെ ഐറ്റംസ് വരണുണ്ട്, കുട്ടികളുടെയൊക്കെ ഐറ്റംസ് വേറെ വരണുണ്ട്. പതുക്കെയാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവിടെ ചെന്ന് എടുത്തൊക്കെ സെറ്റ് ചെയ്ത് എടുക്കണമെന്നാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കും. ആദ്യം കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തൊക്കെ നോക്കും. കാരണം മോനേടാ വലിക്കില്ലടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കളറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണ്ടേ, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് വേണ്ടേ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണം നമ്മൾ പ്രൊഡക്റ്റുകൾ. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇപ്പോൾ കാണിക്കാത്തത്. അതൊന്ന് സെറ്റാകാൻ വെച്ച് ടൈം എടുക്കണോണ്ടാണ് കേട്ടോ. എന്നാലും പറ്റണ രീതിയിലുള്ളതൊക്കെ കുറച്ച് ഞാൻ ഇതിൻ്റെ ഇടയിൽ അപ്ഡേഷൻ നടത്തും. അപ്പോൾ കുറച്ച് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ, അതായത് എങ്ങനെയാണ് പറയുക, ഒരു വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ എപ്പോഴും ഈ ട്രൗസറുകളൊക്കെ എപ്പോഴും ആവശ്യം വരുന്നതല്ലേ. ഇപ്പോൾ റേറ്റ് കുറവിൽ ട്രൗസേഴ്സൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എപ്പോഴും വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ എത്ര എണ്ണം ഉണ്ടെങ്കിലും തികയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമോ എന്നങ്ങനെ റേറ്റ് കുറവിന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളങ്ങനെ കുട്ടികളുടെ സെറ്റൊക്കെ നോക്കാമെന്നൊരു പ്ലാൻ വെച്ചത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പും ഫ്രണ്ടിലേക്ക് വെച്ചുകൊണ്ടിരിക്കട്ടെ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ
ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് 400 രൂപയുടെ സാരിയാണ്. അത് വിത്ത് ബ്ലൗസ് അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാരിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സാരിക്ക് ബ്ലൗസ് വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അതല്ലാതെ ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, രണ്ട് രീതിയിലും യൂസ് ചെയ്യാം. കോട്ടൺ മിക്സ് ആയിട്ടാണ് പറയുന്നത് മെറ്റീരിയൽ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. ഇങ്ങനെ ഹൈറ്റും വണ്ണവും പൊക്കമൊക്കെ കുറവുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടും. എന്നാൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറ്റും. വണ്ണമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റില്ല. ഇത് ശരിക്കും വിത്ത് ബ്ലൗസ് അല്ല സാരി, പക്ഷേ നിങ്ങൾക്ക് അതിന് അങ്ങനൊരു ഞാനെങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് അത് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നിട്ട് സാധാരണ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ അടുത്ത് വന്ന് അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ നിൽക്കാറില്ല. ചേട്ടന്മാരുടെ കൂടെ നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ സാരി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ സാരിയുടെ ഇത് കണ്ടോ. ഇത് മെറൂൺ കളറാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ മെറൂൺ കളറാണ്, ഇത് റെഡ് കളറാണ്. അതേ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് സാരി എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ ശരിക്കും സൂം ചെയ്ത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. കുറച്ച് പേര് ലൊക്കേഷൻ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്തേക്ക് എന്തോ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് അതിലേക്ക് നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റണില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പർ എല്ലാ വീഡിയോയിലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഷോർട്സിലായാലും വീഡിയോയിലായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ആ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ സാരി എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാനിത് ഓപ്പൺ ചെയ്ത് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് ഫുള്ള് കാണിച്ചു തരും, എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അത് പിന്നെ അതുപോലെ ഇത് മാത്രമല്ല ഈ റേറ്റിലുള്ളത്, വേറെയും സാരികൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കുക. കൂടുതൽ എടുക്കുമ്പോൾ റേറ്റ് കുറവുണ്ടാവും കേട്ടോ. ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടാവും, എന്നും കാണുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഞാനിതിങ്ങനെ പറയുമ്പോൾ റിപ്പീറ്റേഷനായിട്ട് തോന്നും, പക്ഷെ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോണത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത് തത്തമ്മപ്പച്ച കളറാണ് കേട്ടോ. തത്തമ്മപ്പച്ച കളർ നെറ്റല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ മിക്സാണ്. നല്ലൊരു സാരിയാണ് ഇത്. ശരിക്കും എടുക്കുന്ന ആൾക്ക് വളരെ വളരെ നല്ല, എന്താ പറയുക, അത്രയും നല്ലൊരു മെറ്റീരിയലാണെന്ന് ഞാൻ പറയാം. ചൂട് അധികം ഉണ്ടാവില്ല, ഉടുക്കാനും സുഖം. അത് നോക്കിയേ, തത്തമ്മപ്പച്ച കളറാണ്. തത്തമ്മപ്പച്ച കളറിൻ്റെ ഇടയിൽ ഇത് കാണുന്നത് ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ, ഈ വർക്ക് കാണാൻ തന്നെ. ഇത് ത്രെഡൊന്നും അല്ല കേട്ടോ, ത്രെഡല്ല. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അങ്ങനെ പോണ ഒരു ഇതുമല്ല, വർക്കും അല്ല. ഇതേ കണ്ട. എന്നിട്ട് ഇവിടെ നോക്കിക്കേ, നല്ലൊരു ഫ്ലവർ കണ്ടോ, റെഡ് കളറിലുള്ള ഫ്ലവറാണേ. നല്ല ഭംഗിയാണ്. ഇതും ഇങ്ങനെ പോവില്ല, തുണി എന്താ പറയുക, അത് ത്രെഡല്ല. കണ്ടോ, നിങ്ങൾക്ക് ഈ സാരി കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവും. കളറ് പിന്നെ അത്രയും അങ്ങോട്ട് ചിലപ്പോൾ ക്ലിയർ ആവണമെന്നില്ല, അതാണ് ഒരു വിഷയം. ഇതിങ്ങനെ ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓൾ ബോഡിയിൽ ഇങ്ങനെ ഈ ഒരു ഫ്ലവർ വരണുണ്ട്. അതാണ് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വന്ന് അടിവശത്തേക്ക് വരുമ്പോൾ, ഫ്ലീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മോൾ ഭാഗത്ത് കണ്ട അതേ വർക്ക് തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി വീതി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരുപാട് വീതിയില്ല കേട്ടോ, വീതി കുറവാണ്, താരതമ്യേന കുറവാണ്, ഭയങ്കര വീതിയൊന്നുമില്ല. ഇനി ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കാണിക്കാം. ഇതാണ് ശരിക്കും ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരണത്. ഞാൻ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തരണതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരണത്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്ലൗസ് പീസ് അടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇതിലെന്താണെന്നറിയോ, ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ സാരിയിൽ. ചിലപ്പോൾ ഇത് പോവും, ചിലപ്പോൾ പോവില്ല. ഇത് കണ്ടോ, ഗ്രീസ് പോലെ ഇങ്ങനെ നിൽക്കണമുണ്ടോ. ഇത് ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പറ്റണതാണ്. ഇത് കണ്ടോ, അതാണ് ഇത്. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമില്ലാണ്ട് ഈ തയ്ക്കാൻ നല്ലോണം അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഒരുപാട് പ്രശ്നമൊന്നുമില്ല, കീറിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു കളറിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതുള്ള കാരണം കൊണ്ടാണ് ഇത് വിത്ത് ബ്ലൗസ് എന്ന് പറയാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം ഇതിൻ്റെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, ബ്ലൗസായിട്ട് എടുക്കണം എന്നില്ല. വിത്ത് ബ്ലൗസ് ആയിട്ടുള്ളൊരു സാരിയാണിത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ എനിക്ക് വേണമെങ്കിൽ പറയാണ്ടിരിക്കാം, പക്ഷെ ഞാനിതിങ്ങനെ പറഞ്ഞു തന്നെയാണ് നിങ്ങളോട് പറയണേ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിത്ത് ബ്ലൗസ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇത് എടുക്കണമെന്നില്ല, അല്ലാത്ത രീതിയിൽ എടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലൗസിനെ പറയുമ്പോഴല്ലേ ഒരു വിഷമം തോന്നുക. അത്യാവശ്യം ലെങ്ത്ത് ഇത് കണ്ടോ, അത്യാവശ്യം ഇതുണ്ട്. തുമ്പത്ത് നിങ്ങൾക്കിങ്ങനെ ഈ ഒരു ഡിസൈൻ വരും ബ്ലൗസ് എടുക്കുകയാണെങ്കിൽ. വണ്ണം കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ഇത് ബ്ലൗസ് അടിക്കാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, വേണമെങ്കിൽ ബ്ലൗസ് പീസ് അടിക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ഉൾഭാഗം വരണത് കാണിച്ചു തരാം. ഉൾഭാഗം വരണത് അതായത് സാരി സ്റ്റാർട്ട് ചെയ്യണ ആ ഭാഗം വരുമല്ലോ. ഇതിപ്പോൾ ബ്ലൗസ് പീസായിട്ട് എടുക്കുകയാണെങ്കിൽ അതങ്ങനെ എടുത്തിട്ട് പിന്നെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ പച്ച കളറാണതേ, കാണിച്ചു തരാം. ഇതൊന്നും ഉണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ പിന്നിയേക്കണതല്ല കേട്ടോ. ഇതൊന്നും പിന്നിയേക്കണതാണെന്ന് കരുതരുത്. പിന്നിയേക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറയും കൃത്യമായിട്ട്. പിന്നിയിട്ടൊന്നുമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം ഞാനിതിങ്ങനെ കാണിച്ചു തരട്ടെ. ഇങ്ങനെ കാണുന്ന നേരത്തെ ചിലപ്പോൾ ഇത് പിന്നീതാന്ന് തോന്നുന്നത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല ഇതിന് കേട്ടോ. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് ഞാനിത് തരണമെന്ന് കരുതാനേ നിൽക്കണ്ട. ഇത് കണ്ട, ഇത് കാണുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് കംപ്ലൈൻ്റ് അല്ല, ഇത് ഉള്ളിൽ പോണ ഭാഗമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, കീറിപ്പോകുന്നില്ല കേട്ടോ. ഇത് പിന്നിയേക്കണ ഒരു സംഭവമേ അല്ല. എങ്ങനെയാണ് നിങ്ങൾക്കത് എനിക്ക് കൂടുതലൊന്നും കൂടി ഇത് ചെയ്ത് കാണിക്കണേന്ന് എനിക്കറിയില്ല. നല്ലൊരു സാരി, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത് എടുത്തിട്ട് ഞാനിത് ഈ സാരി എടുക്കാതിരുന്നാലോ എന്ന് കരുതി. പക്ഷെ അതിൻ്റെ കളർ കോമ്പിനേഷനും പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നിയിട്ടില്ല, കീറിയിട്ടില്ല, വേറെ പ്രശ്നമൊന്നുമില്ല സാരിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി നിങ്ങളത് കാണിക്കണേ. ഉണ്ടോ, അത് ആ ഉൾഭാഗത്തേക്ക് ശരിക്കും വേണമെങ്കിൽ ഒരു ഡിസൈൻ പോലെ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നിൽക്കും കേട്ടോ. കാരണം ആ ഉൾഭാഗത്തേക്ക് വന്ന ഭാഗത്തൊക്കെ അതങ്ങനെ വന്നുണ്ട്. ഇങ്ങനെയാണ് വന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഇതുപോലെ തന്നെ ഉണ്ട്. ഇത് പിന്നിയേക്കണമല്ല, ശരിക്കും അത് ഒരു വർക്ക് പോലെ എന്നുള്ള ഇത് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതങ്ങനെ തന്നെ ഫുള്ളായിട്ടുണ്ട്. കണ്ട, സാരി നല്ല സാരിയാണ് കേട്ടോ. ഇത് ഞാൻ പിന്നെ എടുത്തു പറയാണ്, സാരിക്ക് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഈ തത്തമ്മ പച്ച ഷെയ്ഡിൽ വരുന്നിടത്ത് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത് പിന്നിയേക്കണമല്ല, ശരിക്കും അതൊരു വർക്ക് പോലെ ഇരുന്നോളും, കീറിപ്പോവില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നിയേക്കണതല്ല, എടുത്ത് പറയാണ്, പിന്നിയേക്കണതല്ല. നമ്മൾ ചെറിയ ഇത് വർക്കായിട്ട് വെച്ചേക്കണാണെന്നും കൂടി സംശയം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുന്താണി ഭാഗം കണ്ട, അതേ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ കണ്ട. ഇത് കാണുമ്പോൾ ചിലപ്പോൾ പിന്നിതാന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ എടുത്തു പറയണേ. ഞാൻ ആദ്യം പിന്നിതാന്ന് വിചാരിച്ചേ. അപ്പോൾ എൻ്റെ പോലെ നിങ്ങൾക്കും തോന്നുമല്ലോ. പിന്നിയേക്കണതല്ല കേട്ടോ, അതൊരു വേറെ എന്തോ സംഭവമാണ്. ഇനി ഇതിൻ്റെ മുന്താണി ഭാഗം കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുന്താണി നോക്കിയാൽ റെഡ് കളറാണ്. നമ്മൾ ആ ബ്ലൗസിൻ്റെ കാണിച്ചില്ലേ സെയിം, കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആ ഒരു ഇങ്ങനത്തെ മുന്താണിയിൽ ഇങ്ങനത്തെ ഡിസൈനൊക്കെ അധികം അങ്ങനെ കാണില്ല, റെയറാണ്. നമുക്ക് വേറെ ഡിസൈനുകളൊക്കെയാണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അധികം ഇങ്ങനത്തെ ഡിസൈനുകൾ അധികം കണ്ടിട്ടില്ല. ഇത് കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മൾ സാരി തലയിൽ പുതയ്ക്കാനൊക്കെ നേരത്ത് നല്ല ഭംഗിയായിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ തുമ്പത്ത് കണ്ടോ കെട്ടിട്ടിട്ടുണ്ട്, കണ്ടോ. നിങ്ങൾ ഈ സാരി എടുക്കുന്നവർക്ക് എന്തായാലും ഇത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് 400 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനതിൻ്റെ കറക്റ്റ് കാര്യം പറഞ്ഞില്ലേ, ഇത് എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ഈ റേറ്റിന് നിങ്ങൾക്ക് 400-ന് ഇത് കിട്ടണതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ആ ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് ഉള്ള സാരിയാണ്. പക്ഷേ നമ്മൾ ആ ബ്ലൗസിൻ്റെ ഇത് പറഞ്ഞില്ലേ, അത് വണ്ണം കുറവുള്ളവർക്കാണ് ശരിക്കും അത് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് ക്ലിയറായി കിട്ടും, കഴുകിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ക്ലിയറായി കിട്ടും. പക്ഷേ ഞാനത് തരണ നേരത്തെ അത് കൃത്യമായിട്ട് പറയാണ്ട് തരണത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊക്കെ ഇത് സാരി എടുത്തിട്ട് മടക്ക് വീണാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സാരിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പള്ളിയിലൊക്കെ പോകാനായിട്ടാണെങ്കിലും അല്ലാണ്ട് അത്യാവശ്യം യൂസേജിനൊക്കെ നല്ല സാരിയാണേ. സാരിയുടെ മിസ്സിങ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നില്ലേ. ആ ഒരു കാരണം കൊണ്ട് നിങ്ങളത് ഒഴിവാക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ, എടുക്കുന്ന ആളുടെ ചോയ്സ് അല്ലേ. ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാണുമ്പോൾ പിന്നൽ പോലെ തോന്നണത് മാത്രമാണ്. അത് അങ്ങനെ കീറി പോകുന്നൊരു ഐറ്റം അല്ല. അതുമാത്രമല്ല അത് ഉള്ളിലേക്ക് പോണതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് സേഫാണ്. വേറെ കണ്ടാൽ അതൊരു ഡിസൈൻ പോലെ തോന്നുള്ളൂ. ഇനി അത് അങ്ങനത്തെ വേറെ സംഭവമാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയണേ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. വേറെ സാരികളുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തോന്നരുതല്ലോ, ഞാനത് പറഞ്ഞില്ല എന്ന് തോന്നരുതല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കാണിച്ചത്. ഈ ബ്ലൗസ് പീസായിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
അത് ഞാൻ കാണിച്ചു തന്നില്ല. ആ ചെറിയൊരു ഇതുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവും. നോക്ക് നിങ്ങൾ, ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സാരിയാണ്, നല്ല മെറ്റീരിയലാണ്, അങ്ങനെ തളർന്ന് നടക്കില്ല. എന്നാൽ അത്യാവശ്യം വണ്ണം തോന്നിക്കും. എന്നുവെച്ചാൽ ഭയങ്കര വണ്ണമല്ല, അത്യാവശ്യം നല്ല ഒതുങ്ങിയ രീതിയിൽ നിന്നോളും. വണ്ണം തോന്നിക്കുന്ന ഒരു ഇതാണ്. പിന്നെ എല്ലാ കളറിലുള്ളവർക്കും ചേരണ ഒരു സാരിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതേ, നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ള കാരണം ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പലരും മെസ്സേജ് ഇടുന്നുണ്ട്, ലൊക്കേഷൻ അയച്ചു തരാമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അതെന്നിട്ട് ഓപ്പൺ ചെയ്ത് മെസ്സേജായിട്ട് ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് ഇടാനൊക്കെ പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്തിടുന്നുമുണ്ട്. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി പോവുക, ഞാൻ അങ്ങനെ ഇടണത്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടുക, ഡീറ്റെയിൽസ് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടേക്ക് പറഞ്ഞതിന് യാതൊരു തടസ്സവും. പക്ഷേ ജസ്റ്റ് ഇൻഫോം ചെയ്യുക, അതിനുശേഷം വന്നിട്ട് വന്നാൽ മതി. അപ്പോൾ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം വാട്സപ്പിലേക്ക്. ലൊക്കേഷൻ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് എളുപ്പമാണല്ലോ. പിന്നെ പറ്റുന്നവരൊക്കെ ചെറിയ രീതിയിൽ ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലായാലും ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കുക. വീട്ടിൽ ജോലിക്ക് പോവാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇങ്ങനെ യൂട്യൂബ് ആയാലും അല്ലെങ്കിൽ വേറെയും സോഷ്യൽ മീഡിയാസ് ഒരുപാടുണ്ടല്ലോ. ഇതിലൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവിന് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. നമ്മൾ ബൾക്കായിട്ട് എടുത്താൽ തന്നെ അല്ലാതെ നമുക്ക് റേറ്റ് കുറവിന് ഐറ്റംസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റണമെങ്കിൽ തുടങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റേറ്റ് ഇങ്ങനെ കുറച്ച് നിങ്ങൾക്ക് നമ്മൾ ഓഫറിൽ പറയണത്. അതായത് 3 സാരി എടുക്കുമ്പോൾ റേറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറയണം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേറെ ചാനലുകളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കാണുന്നവരല്ലേ, നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ, അപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ തരുന്ന ഈ ഓഫർ പോലെ വേറെ ചാനലുകൾ അത്രയും കാണില്ല. കാരണം നമ്മൾ അങ്ങനെ തരണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് ഒരു നല്ല 1-2 ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ പറ്റുന്ന നല്ല ഡീലേഴ്സിനാണ് കിട്ടിയത്. നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല ആളുകൾ, നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ലാന്ന്. പക്ഷെ നമ്മൾ വാങ്ങിച്ച് ഈ സാധനം ഓപ്പൺ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ അങ്ങോട്ട് ഡെഡായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പൈസയും പോവും, ആകെ നിരാശയും വരും. അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ എനിക്കും വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അളവ് കൂടുതൽ എടുത്താലാണ് അവർ ആ റേറ്റിലും തരുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ പൈസ ബുദ്ധിമുട്ടിൽ നിന്നിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ റേറ്റ് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എന്നാലാണ് നമ്മളങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കായാലും എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ്റെ കാര്യം ചോദിക്കുന്നവരോട് പ്രത്യേകം പറയുകയാണ്, വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സാരികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം. നമ്മൾ വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് അയച്ചു തരും, അതിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഒറ്റ പീസ്, മിക്ക സാരികളും നമ്മുടെ കയ്യിൽ ഒറ്റ പീസേ ഉള്ളൂ. നിങ്ങൾ ഒരു സാരി തന്നെ പലരും ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മുടെ അടുത്ത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് നമുക്ക് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഒരു പീസൊക്കെയാണ് ഉണ്ടാവുള്ളൂ. വളരെ റെയറായിട്ടൊക്കെ ചിലപ്പോൾ 2 പീസ് ഉണ്ടായി, അത്രേ ഉള്ളൂ. അതല്ലാതെ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്തായാലും ഒരു സാരി ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണുള്ളൂ. കൂടുതൽ എടുക്കണില്ല. കാരണം അപ്പോൾ നമുക്ക് അത്രയും കളേഴ്സ് ആണെങ്കിലും കൂടുതൽ കാണിക്കാമല്ലോ. അങ്ങനെ കരുതി നമ്മൾ അങ്ങനെയാണ് എടുക്കണത്. അപ്പോൾ നിങ്ങൾ അതെനിക്ക് എല്ലാവരുടെ അടുത്ത് പറയാനുണ്ട് പ്രത്യേകം. കാരണം മിക്കവരും വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, കഴിഞ്ഞു പോയി, അതായത് സെയിൽ ഔട്ട് ആയ സാരികൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊക്കെ സെയിൽ ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ അത് സ്റ്റാർട്ടപ്പ് ചെയ്യുക. ഒട്ടും വൈകിക്കാണ്ട് ഇപ്പോൾ തുടങ്ങാൻ പറ്റി ഇപ്പോൾ തുടങ്ങാം. നമ്മൾ വൈകും തോറും നമ്മുടെ സമയം അത്രയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മറക്കാണ്ടിരിക്കുക. വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ആരും മറക്കാണ്ടിരിക്കുക. മെസ്സേജ് ഇടാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാനിതിങ്ങനെ വീഡിയോയിൽ പിന്നെയും പറയുന്നത് കേട്ടോ. 2-3 പേര് മെസ്സേജ് ഇട്ടിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടിട്ട് അത് അതിനകത്തേക്ക് ആഡ് ആവണില്ല, ഡിലീറ്റായി പോവുക ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. റിപ്ലൈ ഇടാത്ത എന്താണെന്ന് തോന്നൂലേ, കാണുന്നവർക്ക് അറിയില്ലല്ലോ ഞാൻ റിപ്ലൈ ഇട്ടിട്ട് അത് ഡിലീറ്റായി പോകേണ്ടതെന്ന്.
അവർ വിചാരിക്കും ഇതെന്താ ഞാൻ ചോദിച്ചിട്ട് ഇതിന് റിപ്ലൈ ഇടാത്തതാണ് അവർ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.